ഹായ് ഹലോ, നമ്മളിന്നിവിടെ നമ്മുടെ PYQ സീരീസിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡാണ് 39/2023. ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വർക്ക് ചെയ്യുക. 20 ക്വസ്റ്റ്യൻ ആണുള്ളത്. 81 മുതൽ 100 വരെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 81. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും വായിക്കുക, എന്നിട്ട് വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത ശേഷം അറിഞ്ഞൂടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബാക്കി ചെയ്യുന്ന എക്സ്പ്ലനേഷൻ നോക്കുക. സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം മാത്രം വീഡിയോ കണ്ടാൽ മതി. പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 81. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, അതായത് മെന്റലബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മൈനസ് എന്നാൽ ഡിവിഷനും പ്ലസ് എന്നാൽ ഇൻറ്റുവും ഡിവിഷൻ എന്നാൽ മൈനസും ഇൻറ്റു എന്നാൽ പ്ലസും ആയാൽ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, 52/4 + 5 × 8 - 2 = 36. അപ്പം നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഓപ്ഷൻ എ ഒന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ എങ്ങനെയാണ്? 52/4 ഡിവിഷൻ എന്താവും എന്ന് പറഞ്ഞിട്ടുണ്ട്, മൈനസ് ആവും അല്ലേ? അപ്പം നമുക്ക് ഡിവിഷൻ മൈനസ് ആവും. 52 - 4 പിന്നെന്ത് വരും? +5. പ്ലസ് എന്നുള്ളത് എന്താവുന്നു? ഇൻറ്റു ആവുന്നു. ഇൻറ്റു 5 അല്ലേ? അടുത്തെന്താ കിടക്കുന്നത്? ഇൻറ്റു 8. ഇൻറ്റു എന്നുള്ളത് എന്താവുന്നു? പ്ലസ് ആവുന്നു. +8. ലാസ്റ്റ് മൈനസ് എന്നുള്ളത് ഡിവിഷൻ ആവും. അപ്പം ഡിവിഷൻ /2. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, ഭാഗിക്കണം. 8/2 എന്നുള്ളത് എന്താവും? അത് 4 ആവും ഇല്ലേ? അത് 4 ആയി. പ്ലസ് ഉണ്ട്. 5 × 4 എടുത്ത് ചെയ്യണം. അത് എത്ര വരും? 20 എന്ന് വരും അല്ലേ? അപ്പോൾ അത് 20 എഴുതി. ഇവിടെ നോക്കിയേ, 52 ഉണ്ട്. 52 - 20 + 4 എന്ന് വരും ആണല്ലോ. 52 - 20 കുറച്ചാൽ എത്ര കിട്ടും? അത് 32 എന്ന് കിട്ടും. 32 + 4 എന്നായി. അതെത്രയാണ്? 36. അതല്ലേ നമ്മുടെ ആൻസർ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ചില ക്വസ്റ്റ്യനിലൊക്കെ ഓപ്ഷൻ എ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ ഓരോന്ന് തന്നിട്ടുണ്ട്, ഓരോ സൈനും എന്താണെന്ന് തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് എടുത്തെഴുതുക, ബോർഡ് പാസ് വെച്ച് ചെയ്യാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെയ്ത് ഫാസ്റ്റ് ആവാൻ നോക്കാം. ഓക്കെ, അടുത്ത 82 ചെയ്ത് നോക്കാം. 82 എന്ന് പറയുന്നത് ഇതാണ്. തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കാൻ ഉചിതമായ പദം ഏത്? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് ഇട്ട് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ഇട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എങ്ങനെയാണ്? DABC. DABC. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. AB, DA, AA, C, DA. അപ്പോൾ ഇത് തമ്മിൽ എന്തില്ല? കണക്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് 3 വെച്ച് വായിച്ചാലും ഇല്ല. ABD, DAA കണക്ഷൻ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. അടുത്ത ഓപ്ഷൻ എങ്ങനെ വരുന്നു? BCAD. BCAD ഇല്ലേ? അത് വായിച്ചു നോക്കാം. ABB, DAC, CDA. അത് കണക്ഷൻ ഇല്ല. 4 വെച്ച് വായിച്ചാലും ഇല്ല. ABDD, ABBD. അപ്പം അത് കണക്ഷൻ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഇട്ട് നോക്കാം. അടുത്ത ഓപ്ഷൻ ഇട്ട് നോക്കാം. എങ്ങനെ വരുന്നു? CBBA. CBBA. ABCD. അടുത്തത് ABCD, ABCD, ABCD. ചില ക്വസ്റ്റ്യനിൽ 2 വെച്ചിട്ടായിരിക്കും കണക്ഷൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് നോക്കുമ്പോൾ ABCD റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഓപ്ഷൻ എന്താണ്? C ആണ്. 82 ഓപ്ഷൻ C എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ക്യാൻസൽഡ് ആണ് കേട്ടോ. അപ്പോൾ 84 ചെയ്യാം. അടുത്തത് 84 നോക്കിയേ, അമേരിക്ക എന്നതിനെ കോഡ് ഭാഷയിൽ MARECIA. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള വേർഡിൻ്റെ തന്നെ ലെറ്റേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കോഡിലും വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ളത്? അപ്പോൾ ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യണം. അമേരിക്ക നമ്മൾ എഴുതി. നമുക്ക് ഓപ്ഷനിൽ ക്വസ്റ്റ്യനിൽ കോഡ് എങ്ങനെയാണ്? MARECIA അല്ലേ? MARECIA ആണ്. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ? ആദ്യത്തെ 2 ലെറ്റേഴ്സ് മാറി വന്നിരിക്കുന്നു അല്ലേ? ഇങ്ങനെ വന്നിരിക്കുന്നു. ഇവിടെ അങ്ങനെയാണ്, ലാസ്റ്റത്തെ അതുപോലെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിനെ എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇംഗ്ലണ്ട് എന്നുള്ളത് എഴുതി. ഇത് എഴുതി നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് എഴുതാം. P എവിടെ വരും? രണ്ടാമത് വരും. N മുകളിൽ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. 2 ലെറ്റേഴ്സ് എഴുതാൻ മാറി വരും. G മുകളിൽ L വരും.
ഇവിടെ എ, ഇവിടെ എൻ വരും, ലാസ്റ്റ് ലെറ്റർ അതുപോലെ ഡി. അപ്പം NELGNAD, NELGNAD ഓപ്ഷൻ ഡി അല്ലേ? 84 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഗോവ പനാജി ആണെങ്കിൽ ഷില്ലോങ് ഏതിൻ്റെയാണ്? ഗോവയുടെ ആസ്ഥാനമാണ് പനാജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷില്ലോങ് ഏതിൻ്റെയാണ്? മേഘാലയ. 85 ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5 പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ്. എയുടെ മുന്നിലായി ഡിയും. നമുക്ക് നോക്കാം. എയുടെ മുന്നിൽ ആരുണ്ട്? ഡി ഉണ്ട്. ബിക്ക് പിന്നിലായി ഇയും. അപ്പം നമ്മൾ അടുത്ത ആൾ എഴുതുന്നു ബി. ബിക്ക് പിന്നിലായിട്ടാണ് ഇ ഉള്ളത് അല്ലേ? എയുടെയും ബിയുടെയും മധ്യത്ത് എയും ബിയും ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ എയും ബിയെയും കണക്ട് ചെയ്യും. എക്കും ബിക്കും ഇടയ്ക്ക് ആരുണ്ട്? എയുടെയും ബിയുടെ ഇടയ്ക്ക് ആരാണുള്ളത്? എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? മധ്യത്തായി സി. അപ്പോൾ ഇവിടെ ഒരു സി വരുന്നു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും മധ്യത്തായി നടക്കുന്നത് ആര്? മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ആരാണ് മധ്യത്തായിട്ടുള്ളത്? ഇപ്പം എങ്ങനെ വരും? എങ്ങനെയായിരിക്കും അവരിയ്ക്കുന്നത്? നടന്നു പോകുന്നത് എങ്ങനെയായിരിക്കും? EBCAD. ആരാ മധ്യത്തുള്ളത്? സി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്ന് വരും. 86 ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. റെയിൽവേ എന്നത് നമുക്ക് എഴുതി നോക്കാം. റെയിൽവേ എന്നത് 18, 1, 9, 12, 23, 1, 25. അതെങ്ങനെയാണ് ഞാൻ കോഡ് ചെയ്തതെന്ന് മനസ്സിലായോ? 6 18ാമത്തെ ലെറ്റർ അല്ലേ? 6 എന്നുള്ളത് 18ാമത്തെ ലെറ്ററാണ്. എ എന്നുള്ളത് 1ാമത്തെ ലെറ്ററാണ്. ഐ എന്നുള്ളത് 9ാമത്തെ ലെറ്ററാണ്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? ഓരോന്നിനും കോമ കൊടുത്ത് കോഡ് ചെയ്ത് നോക്കിയത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റേഷനെ കോഡ് ചെയ്യാനാണ്. അപ്പോൾ എസ് എത്രാമത്തെ ലെറ്ററാണെന്ന് നോക്കണം. ഓക്കെ. എസ് എത്രാമത്തെ ലെറ്ററാണ്? 19ാമത്തെ ലെറ്ററാണ്. 19 ഓപ്ഷനിലുള്ള ഓപ്ഷനിൽ 3 ഓപ്ഷനിൽ വന്നിട്ടുണ്ട് 19 ആണല്ലോ. എ, ബി, ഡി എന്ന് പറഞ്ഞ് 3 ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ലെറ്റർ നോക്കും. ടി. ടി എങ്ങനെയാണ്? ടി 20ാമത്തെ ലെറ്ററാണ്. അപ്പോൾ 20 വരുന്ന ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. എ ആണ്. എ 1ാമത്തെ ലെറ്ററാണ്. അതും സെയിം ആണ്. പിന്നെ അടുത്ത് മാറി വന്നേക്കുന്ന എവിടെയാണ്? 20 എന്ന് പറയുന്നത് ടി. ടി 20ാമത്തെ ലെറ്ററാണ്. അതും ഓക്കെയാണ്. ഐ എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്ററാണ് അല്ലേ? ഐ എന്നുള്ളത് 9ാമത്തെ ലെറ്ററാണ്. അപ്പോൾ നോക്ക്, ബിയും ഡിയും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 19 എന്നും ഇവിടെ 9 എന്നും കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ശരി. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, എഴുതി ചെയ്യാം. എഴുതി ചെയ്യുന്നതിൽ തെറ്റില്ല. ഓരോ ലെറ്റേഴ്സായിട്ട് എഴുതി ചെയ്യുന്നതിൽ തെറ്റില്ല. പെട്ടെന്ന് ഫാസ്റ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ. 87 ഓപ്ഷൻ ബി എന്ന് വരും. ഓക്കെ ആണല്ലോ. അടുത്തത് 88 നോക്കാം. പുസ്തകം ഗ്രന്ഥകാരൻ എന്ന പോലെയാണ് പ്രതിമയ്ക്ക്. പുസ്തകം ഉണ്ടാക്കുന്ന ആരാണ്? ഗ്രന്ഥകാരൻ. അപ്പോൾ പ്രതിമ ഉണ്ടാക്കുന്ന ആരായിരിക്കും? ശില്പി. ഓക്കെ ആണല്ലോ. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ. 42 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മഹേഷിന്റെ സ്ഥാനം മുകളിൽ നിന്നും 19ാമത്. മുകളിൽ നിന്നും 19ാമതാണ് ആര് നിൽക്കുന്നത്? മഹേഷ് ഉള്ളത്. ആയാൽ താഴെ നിന്നും മഹേഷിന്റെ റാങ്ക് എത്രയാണ്? താഴെ നിന്ന് പുറകിൽ മഹേഷിനെ കൂടാതെ എത്ര പേരുണ്ടാവും? ഇവിടെ നിങ്ങോട്ട് പുറകിൽ നിന്ന് ഇങ്ങോട്ട് എത്ര പേരുണ്ടാകും? മൊത്തം 42 പേര്. 42ൽ നിന്ന് 19 കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ എണ്ണം കിട്ടും. 23 എന്ന് കിട്ടി അല്ലേ? 23 എന്ന് കിട്ടി. അപ്പോൾ ബാക്കി മഹേഷിനെ കൂടാതെ എത്ര പേരുണ്ട്? ഇത് തൊട്ട് ഇതുവരെ 23 പേരുണ്ട്. റാങ്കിങ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാം. 23 പേരുണ്ട്. അപ്പോൾ മഹേഷ് എത്രാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹേഷ് തൊട്ട് അടുത്ത ആളായിരിക്കും. 23 + 1 എന്ന് കിട്ടും. എത്ര കിട്ടും? 24ാമത്തെ ആളാണ്. 89 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. 90ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കുക, പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാം. ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. 1 മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴേക്ക് ഇറങ്ങുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ PYQ സീരീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വരാം? കുറച്ച് ട്രിക്കിയാണ്. നോക്കിയേ. ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തൂണിൻ്റെ നീളം തന്നിട്ടുണ്ട് 50 മീറ്റർ. ഓക്കെ. 50 മീറ്റർ നീളമുള്ള ഒരു തൂണാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിൽ കയറും. 1 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു? 5 മീറ്റർ കയറുന്നു. 5 മീറ്റർ കയറി. ഓക്കെ. എങ്കിലും 2 മീറ്റർ താഴേക്ക് ഇറങ്ങുന്നു. അപ്പോൾ 1 മിനിറ്റിൽ എത്രയേ കയറുന്നുള്ളൂ? 3 മീറ്ററേ കയറുന്നുള്ളൂ ഇല്ലേ? 1 മിനിറ്റിൽ 3 മീറ്റർ കയറുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? എത്രാമത്തെ മിനിറ്റിലായിരിക്കും മുകളിലെത്തുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ 3 മീറ്റർ കയറുമെങ്കിൽ 2 മിനിറ്റിൽ എത്ര കയറും?
2 മിനിറ്റിൽ 6 മീറ്റർ കയറും അല്ലേ? അതായത് കുറച്ച് കയറിയിട്ട് പിന്നെ പുറകിലേക്ക് ഇറങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 5 മിനിറ്റിൽ എത്ര കയറും? 5 × 3 ചെയ്യണം. 5 × 3 15. നമുക്ക് എത്രയാ? ഉയരം 50 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ 10 മിനിറ്റിൽ എത്ര കയറും? 10 മിനിറ്റിൽ 30 മീറ്റർ കയറും ഇല്ലേ? ആണല്ലോ. അടുത്തത് 15 മിനിറ്റിൽ എത്ര മീറ്റർ കയറും? 15 × 3 ചെയ്യുന്നു. 15 × 3 45 മീറ്റർ കയറും അല്ലേ? നമുക്ക് വേണ്ടത് 50 ആണ്. ഓക്കെ, 15 മിനിറ്റിൽ 45 മീറ്റർ കയറും. ഇനി 16 മിനിറ്റ് ആകുമ്പോൾ 16 മിനിറ്റിൽ എത്ര കയറും? ആദ്യം എത്ര കയറുന്നു? 5 മീറ്റർ കയറും അല്ലേ? 5 മീറ്റർ ആണ് കയറുന്നത്. 1 മിനിറ്റിൽ 5 മീറ്റർ കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 മിനിറ്റ് ആയപ്പോൾ 45 മീറ്റർ വരെ എത്തിയേ. 15 മിനിറ്റ് ആയപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ 45 മീറ്റർ വരെ എത്തി. അപ്പോൾ അടുത്ത 16ാമത്തെ മിനിറ്റ് ആകുമ്പോൾ എവിടെ? 5 മീറ്റർ ആദ്യം കയറും. 5 മീറ്റർ കയറിയപ്പോഴത്തേനും ആ 50 മീറ്റർ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തില്ലേ? അപ്പോൾ 16ാമത്തെ മിനിറ്റിൽ 50 മീറ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അത് ഇറങ്ങുന്നത് നമ്മൾ നോക്കണോ? ഇറങ്ങിയിട്ട് അടുത്ത് കയറുന്നതാണോ നമ്മൾ നോക്കാനുള്ളത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? 16ാമത്തെ മിനിറ്റിൽ തന്നെ എന്ത് ചെയ്തു? മുകളിലെത്തിയാൽ പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? 16 മിനിറ്റിൽ എവിടെ എത്തും? മുകളിലെത്തും. ഓപ്ഷൻ ഡി ആണ്. പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ 5 മീറ്റർ കയറിയിട്ട് 2 മീറ്റർ താഴെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. ഒരു ഉയരമുള്ള ഒരു തൂണിൻ്റെ മുകളിലെത്തിയിട്ട് അടുത്ത 17ാമത്തെ മിനിറ്റിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുമോ വീണ്ടും കയറാൻ വേണ്ടിയിട്ട്? വീണ്ടും മുകളിലോട്ട് കയറാനുണ്ടോ? ഇല്ല. അപ്പോൾ 16ാമത്തെ മിനിറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു? 50 മീറ്റർ മുകളിലെത്തുന്നു. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 18, 36, 72 എന്നീ സംഖ്യകളുടെ ലസാഗു എല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കുന്നതാണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. LCM, HCF ഒക്കെ വരുന്ന ടോപ്പിക്ക് എന്തായാലും പഠിക്കാം. ഓക്കെ, 18, 36, 72 ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? അറിയാവുന്ന പരിചയമുള്ള നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. 72 ആണെന്നുള്ളത്. കാര്യം 18 കൊണ്ടും 36 കൊണ്ടും 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ ആണ് 72 എന്നുള്ളത്. ഇനി അത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 18, 36, 72 എങ്ങനെ ചെയ്യാം? LCM കണ്ടുപിടിക്കാം. എത്ര കൊണ്ട് ചെയ്യാം? 9 കൊണ്ട് ചെയ്യാം. 9 കൊണ്ട് ആദ്യം ചെയ്യാം. വലിയ നമ്പർ വേണമെന്നില്ല. 9 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2, 4, 8 എന്ന് കിട്ടും അല്ലേ? 2, 4, 8. ഇനി 2 കൊണ്ട് ചെയ്യാം. 2 എത്ര കിട്ടുന്നു? 1, 2, 4. വീണ്ടും 2 കൊണ്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? 1, 1, 2. ഇനി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ നമ്പേഴ്സ് എല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം. LCM ആണെങ്കിൽ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ഇൻറ്റു ചെയ്യും. HCF ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഉള്ള നമ്പേഴ്സ് മാത്രം കൊണ്ട് ഇൻറ്റു ചെയ്യും. എവിടെ ഉള്ള നമ്പേഴ്സാണ്? ഈ പറഞ്ഞ നമ്പേഴ്സ് മാത്രം കൊണ്ടാണ് HCFൽ ഇൻറ്റു ചെയ്യുന്നത്. അതറിയാമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇൻറ്റു ചെയ്യാം. എത്ര വരുന്നു? 9 × 2 18 വരും അല്ലേ? 9 × 2 18. 18 ഇൻറ്റു 2 × 2 എത്ര കിട്ടുന്നു? 4. 18 × 4 എത്ര വരും? 72 ആണ് ആൻസർ. 18 × 4 72 അല്ലേ? 8, 4, 32 അല്ലേ? അപ്പോൾ ആ 2 വെച്ചിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഓപ്ഷനിൽ ഇവയൊന്നും അല്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അടുത്തത് 92ാമത്തെ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫ്രാക്ഷൻസ് കുറയ്ക്കാനാണ്. ഓക്കെ, ഫ്രാക്ഷൻ കുറയ്ക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ നോക്കാം. ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്ത് ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം. 5/9 മൈനസ് 1/3 എന്നാണ്. ഓക്കെ, രണ്ടിനെ ഡിനോമിനേറ്റർ നോക്കിയാൽ ഒരിടത്ത് 9ഉം ഒരിടത്ത് 3ഉം ആണ്. ഛേദങ്ങൾ 9ഉം 3ഉം ആണ് അല്ലേ? ഈ 3നെ കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9ലേക്ക് ആക്കാൻ പറ്റും. എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദത്തിൽ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ അംശത്തിൽ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ വരും? രണ്ടാമത്തെ ഭിന്നസംഖ്യ 5/9 അതുപോലെ എഴുതി. മുകളിൽ 1 × 3 3 വരും. ഛേദം എന്ത് വരും? 3 × 3 9. ഇപ്പം നോക്കിയേ, ഛേദങ്ങൾ തുല്യമാണ്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? ഛേദം അതുപോലെ എഴുതാം. 9 അതുപോലെ എഴുതിയ ശേഷം അംശങ്ങൾ തമ്മിൽ കുറയ്ക്കാം. ന്യൂമറേറ്റേഴ്സ് കുറയ്ക്കാം. എത്ര കിട്ടും? 5 - 3 2 എന്ന് കിട്ടും. ആൻസർ 2/9 എന്ന് കിട്ടും. 2/9. ഓപ്ഷൻ ഡി ആണ്. 92 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ, അല്ല ഇങ്ങനെ ഈ മെത്തേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്രോസ് ചെയ്ത് ചെയ്യും. 5/9 മൈനസ് 1/3 എന്ത് ചെയ്യും? 5 × 3 1 × 9. 5 × 3 എത്രയാണ്? 15. മൈനസ് കുറയ്ക്കാനായതുകൊണ്ട് മൈനസ് ചെയ്യുന്നു. 1 × 9 9 കിട്ടും.
ഡിവൈഡഡ് ബൈ 9 × 3 27. 15 - 9 എത്ര കിട്ടുന്നു? 6 എന്ന് കിട്ടും. 6/27 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യാമല്ലോ. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. മുകളിൽ എത്ര വരുന്നു? 2 എന്ന് വരും. താഴെ എത്ര വരുന്നു? 9 എന്ന് വരും അല്ലേ? 3 9 27. 2/9 തന്നെ കിട്ടും. അത് ഓക്കെ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 93. ഭിന്നസംഖ്യകൾ കൂട്ടാനാണ്. ഭിന്നസംഖ്യകൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല. നമ്പേഴ്സ് എടുത്ത് പോയിന്റ് ഒരേ ഓർഡറിൽ വരുന്ന രീതിയിൽ, ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഇടും. ആദ്യത്തെ നമ്പർ ഇതാണ്, 6.017. ആദ്യത്തെ നമ്പർ 6.017 ആണ്. അടുത്തത് 0.617. പോയിന്റ് എല്ലാം ഒരേ ഓർഡറിൽ വന്നിട്ടുണ്ട്. അടുത്തത് എന്ത് ചെയ്യുന്നു? 6.0017. ഇനി കൂട്ടി നോക്കാം. 7 അതുപോലെ എഴുതി അല്ലേ? 7 7 14 1 15 അതും എഴുതി. ബാക്കിയുള്ള ശിഷ്ടം എന്ത് ചെയ്യുക? ഇവിടെ ഇടാം. 1 1 2 1 1 1 3 എന്ന് എഴുതി അല്ലേ? ബാക്കിയുള്ള 6 അതുപോലെ എഴുതി. പോയിന്റ് അതേ ഓർഡറിൽ എഴുതി. പിന്നെ 6 6 12. 12.6357 ഓപ്ഷൻ ബി. 93 ഓപ്ഷൻ ബി. അടുത്തത് 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യകൾ അറിയാലോ. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2. ഒരേ ഒരു ഇരട്ട സംഖ്യ ആയിട്ടുള്ള അഭാജ്യ സംഖ്യയാണ് 2. അതറിയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 94 ഓപ്ഷൻ സി. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാൾ 6000 രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ 4200 രൂപയ്ക്ക് വിറ്റു. ലാഭമാണോ നഷ്ടമാണോ? ക്വസ്റ്റ്യൻ നോക്കാതെ നമുക്ക് പറയാൻ പറ്റും. നഷ്ടമാണ്. കുറച്ചാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 6000 രൂപയ്ക്ക് വാങ്ങിയ മൊബൈൽ 4200 രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപ കുറച്ചാണ് ഇവിടെ വിറ്റിരിക്കുന്നത്? 1800 രൂപ കുറച്ചാണ് വിറ്റിരിക്കുന്നത്. 6000വും 4200 തമ്മിലുള്ള വ്യത്യാസമാണ് 800 അല്ലേ? അപ്പോൾ 1800 ഭാഗം വാങ്ങിയ വില എത്രയാണ് ഇവിടെ? 6000. ശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാങ്ങിയ വില കൊണ്ട് ഭാഗിക്കുന്നു. ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കുന്നു ഇല്ലേ? 2 0, ഇവിടുത്തെ 2 0 ക്യാൻസൽ ചെയ്തു. ഈ ഒരു 0 ഈ ഒരു 0യും ക്യാൻസൽ ചെയ്തു. 6 18 വെട്ടുന്നു. അപ്പോൾ എന്ത് വരും? 3 എന്ന് വരും. 3 × 10 30. 95 ഓപ്ഷൻ സി എന്ന് കിട്ടി. 95 ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ. 108 km/h വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നുപോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? നീളമാണ് തന്നിരിക്കുന്നത്. മീറ്ററിലാണ്, സമയം സെക്കൻഡിലാണ്. എന്നാൽ വേഗത എങ്ങനെയാണ്? km/h. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പോൾ 108 km/h എന്നുള്ളത് മീറ്റർ/സെക്കൻഡിലാക്കുമ്പോൾ 5/18 കൊണ്ട് ഗുണിക്കും. km/hനെ മീറ്റർ/സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കും. ക്യാൻസൽ ചെയ്യാം. എങ്ങനെ വരും? 18നെയും 108നെയും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 18 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടുന്നു? 6 എന്ന് കിട്ടുന്നു. 6 8 ആണ് 48. ആ 8 വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഇനി 6 × 5 എത്ര കിട്ടുന്നു? 30 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പീഡ് കിട്ടി 30 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ടൈം ഉണ്ട് 30 സെക്കൻഡ് ഇല്ലേ? നമുക്ക് വേണ്ടത് നീളം, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ സ്പീഡ് എത്രയാണെന്നറിയാം? 30. ഇൻറ്റു ടൈം എത്രയാണെന്നറിയാം? 30 സെക്കൻഡ്. ഇൻറ്റു ചെയ്യുമ്പോൾ 30 × 30 3 × 3 9. ബാക്കിയുള്ള 2 0 900 എന്ന് കിട്ടും. 96 ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത 97 ആണ് ചെയ്യുന്നത്. 15നും 95നും ഇടയിൽ 8ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് അല്ലേ? 8ന്റെ ഗുണിതങ്ങൾ നോക്കാം. 15നും 95നും ഇടയിൽ ആദ്യത്തെ ഗുണിതം നോക്കണം. അവസാനത്തെ ഗുണിതം കണ്ടുപിടിക്കണം. 1 8 2 8 16. അപ്പോൾ ആദ്യത്തെ ഗുണിതം എന്ന് പറയുന്നത് 15നും 95നും ഇടയിലുള്ള ആദ്യത്തെ ഗുണിതം കിട്ടി 16 ഇല്ലേ? അങ്ങനെ പോയി നമ്മൾ എന്ത് ചെയ്യുക? 95ന് മുന്നേ ഉള്ള ഏതാണ് 8ന്റെ ഗുണിതം എന്ന് നോക്കും. ഓക്കെ, 8ന്റെ ഗുണിതം നോക്കാം. അതിനെന്ത് ചെയ്യുന്നു? 95 ഗുണിതമാണോ? 95 ഗുണിതമല്ല അല്ലേ? 94 നോക്കണം. ഇനി 94 ഗുണിതമാണോ എന്ന് നോക്കണം. വായിച്ചു നോക്കാം. 94 ഭാഗം 8 14 വരും ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ 4ന് പകരം ഏത് സംഖ്യ വന്നാൽ ഗുണിതമാകും? ഒരു സംഖ്യ വന്നാലും ഗുണിതമാവില്ല. അതായത് 16 വന്നാൽ ഗുണിതമാവും ഇല്ലേ? നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റില്ല. കുറവെടുക്കാനേ പറ്റൂ. 94നെക്കാട്ടിലും കുറഞ്ഞ നമ്പരേ നോക്കാൻ പറ്റൂ. അപ്പോൾ എന്തായാലും അല്ല. 91 തൊട്ട് 95 വരെയുള്ള നമ്പേഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 90 നോക്കാം.
90 എന്ന് നോക്കാം. 90 8 കൊണ്ട് ഭാഗിക്കുമ്പോൾ അതും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 89 എടുക്കാം. 89 എന്തല്ല, 8ന്റെ ഗുണിതമല്ല. അതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ 8ന്റെ പട്ടികയിൽ എന്ത് വരുന്നില്ല? 9 ലാസ്റ്റ് വരുന്നില്ല അല്ലേ? 1 8 2 8 16 24 4 32 5 8 40 അങ്ങനെ നോക്കുമ്പോൾ 9 വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 88 എടുക്കുന്നു. 88 എങ്ങനെയാണ്? 8ന്റെ ഗുണിതമാണ്, 11 ആണ് അല്ലേ? അപ്പോൾ 88 അവസാന പദം. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ചെയ്ത് അറിഞ്ഞൂടാത്തവരും സ്പീഡ് ഇല്ലാതെ ചെയ്യുന്നവർ ഇങ്ങനെ എന്തെങ്കിലും ട്രിക്കൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. വലിയ നമ്പറൊക്കെ വന്നാൽ ഇങ്ങനെയൊക്കെ വെച്ച് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അവസാന പദം കിട്ടി, ആദ്യത്തെ പദം കിട്ടി അല്ലേ? ആദ്യത്തെ പദവും അവസാന പദവും ആയാൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇങ്ങനെയുള്ള എത്ര പദങ്ങളുണ്ട്, എത്ര ഗുണിതങ്ങളുണ്ട്. അപ്പം നമ്മുടെ സമാന്തര ശ്രേണിയിൽ പഠിച്ചിട്ടുണ്ട് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n is equal to അവസാന പദം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആദ്യ പദം, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ ഡി പ്ലസ് 1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ ഡി പ്ലസ് 1 ആണ്. ഇവിടെ അവസാന പദം നമുക്കറിയാം എത്രയാണ്? 88. 88 മൈനസ് 16 ഭാഗം ഡി എത്രയാണ്? 8ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 8 വെച്ച് കൂടി പോവും. അപ്പോൾ നമ്മൾ ഭാഗം 8 പ്ലസ് 1 കിട്ടി ആണല്ലോ. 88 എന്ന് 16 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും? 72 കിട്ടി. 72 ഭാഗം 8 പ്ലസ് 1. 72നെ 8 കൊണ്ട് ഭാഗിക്കുമ്പോൾ 9 കിട്ടും. 9ന്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. ഇത് പല രീതിയിൽ വരാം. ചിലപ്പോൾ ചോദിക്കുന്നത് 8ന്റെ ഗുണിതങ്ങളായ എത്ര 2 അക്ക സംഖ്യകളുണ്ട് അല്ലെങ്കിൽ 3 അക്ക സംഖ്യകളുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ആ മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യൻ. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1573 രൂപ 11 പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്? ഭാഗിച്ചു നോക്കും. 1573 ഭാഗം 11. 11 കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 11, ബാക്കി 4, 4ൽ 44, കുറയ്ക്കുമ്പോൾ 3, വീണ്ടും 3 കിട്ടും. 143 എന്ന് കിട്ടും. ഓപ്ഷൻ സി. അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ. 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ അല്ലേ? അപ്പോൾ നമ്മൾ ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം തുക ഭാഗം എണ്ണമാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒത്തിരി ചെയ്യാനുണ്ടോ തോന്നും. ഇതെങ്ങനെയാണെന്നറിയോ? പറഞ്ഞ കൺസെപ്റ്റ് പറയട്ടെ. 7ന്റെ ആദ്യത്തെ ഒരു ഗുണിതം എന്ന് പറയുമ്പോൾ 7 × 1 ആണ്. അതിൻ്റെ കൂടെ അടുത്തത് ഏതാണ്? 7 × 2 ആണ്. പ്ലസ് എക്സെട്ര. അങ്ങനെ ഏത് വരെ പോകണം? ആദ്യത്തെ 5 ഗുണിതങ്ങളാണ് 7 × 5. അപ്പോൾ എല്ലാത്തിൻ്റെ തുകയായില്ലേ? തുക ഭാഗം എണ്ണം നോക്കണം. എണ്ണം എത്രയാണ്? 5 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയേ, 7 × 1, 7 × 2 എക്സെട്ര അപ് ടു 7 × 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശരാശരി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിടക്കുന്നതിൽ എല്ലായിടത്തും ആരുണ്ട്? ഒരു 7 ഉണ്ട് ഇല്ലേ? ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, അടുത്ത ടേമിലും കാണും. അങ്ങനെ എല്ലാത്തിലും 7 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? 7 നമുക്ക് കോമൺ എടുക്കാം. 7 × ബാക്കി എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? 1 + 2 + 3 + എക്സെട്ര 5 ഡിവൈഡഡ് ബൈ എത്രയുണ്ട്? 5 ഉണ്ട് ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് 1 2 3 4 5 ഇതെല്ലാം കൂടെ കൂട്ടാനേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കൂട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ കണ്ടുപിടിക്കാനുള്ളത്. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്? n × n+1/2 അല്ലേ? അപ്പം നമുക്ക് n നോക്കാം. n എത്രയാണ്? 5 × 5 + 1, അതായത് 6 എന്ന് വരും. 6 ഭാഗം 2 എന്ന് വരും. അത് നമുക്ക് ഇവിടെ അടുത്ത് എഴുതി നോക്കാം. 7 അതുപോലെ എഴുതി. ഈ ടേമിന് പകരം എന്തെഴുതുന്നു? 5 × 6 ഭാഗം 2. ഇനി എന്തുണ്ട്? ഈ 5 ഉണ്ട്, അതും എഴുതി. 5 എഴുതി. ഭാഗം 5 താഴെ എഴുതി. 5 5 ക്യാൻസൽ ചെയ്തുകൂടെ? ഈ 5ഉം ഈ 5ഉം ക്യാൻസലാക്കി. ബാക്കി എന്തുണ്ട്? ഈ 2ഉം 6 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 കിട്ടും. 7 × 3 എന്ന് കിട്ടും. 21. 7 × 3 എന്താണ്? 21. ഇതിവിടെ ഇങ്ങനെ ചെയ്യാൻ കാര്യം ഈ മെത്തേഡ് തന്നെ നമുക്ക് എങ്ങനെ വരും? വലിയ നമ്പേഴ്സിലൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തീരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 99 ഓപ്ഷൻ ഡി. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. √248 + √51 + √169. √169 അറിയാമല്ലോ, എത്രയാണത്? 13 എന്നായി. അപ്പോൾ അടുത്ത റൂട്ടിൽ എങ്ങനെയാണ് കിടക്കുന്നത്? അടുത്ത റൂട്ടിൽ √169
51 + 13 എന്നാണ്. എത്ര കിട്ടും? 51ഉം 13ഉം കൂട്ടിയാൽ 64 എന്ന് കിട്ടി. അപ്പോൾ √64 എന്ന് പറയുന്നത് എത്രയാണ്? ഇത് എത്രയും നമുക്ക് 8 എന്ന് കിട്ടി. ഇതെന്തായി? 8 ആയി. √248 + 8 എന്നായി. എത്രയാണ് √248 + 8? 256 എന്നായി. അപ്പോൾ √256 എന്ന് വരും ഇല്ലേ? √256 എത്രയാണ്? 16 ആണ്. 100 ഓപ്ഷൻ സി എന്ന് കിട്ടി. 100 ഓപ്ഷൻ സി. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? റൂട്ട് പഠിക്കുമ്പോൾ 1 തൊട്ട് 30 വരെയുള്ള റൂട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. അത് പഠിച്ചു വെക്കുമ്പോൾ ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ കണക്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ സീരീസ് വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ നമ്പർ കാണുമ്പോൾ തന്നെ ഇത് ആ സ്ക്വയേഴ്സിൻ്റെ അടുത്ത് വരുന്ന നമ്പേഴ്സാണ് എന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യൂബും അത്യാവശ്യം ക്യൂബ് 10 വരെയുള്ള ക്യൂബെങ്കിലും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സീരീസ് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ക്യൂബിന് 1 മൈനസ് ചെയ്തൊക്കെ എഴുതിയിരുന്നാൽ നമുക്ക് നമ്പർ കാണുമ്പോൾ മനസ്സിലാവും ഇത് ക്യൂബിനടുത്തുള്ള ഈ പറഞ്ഞ ക്യൂബിൻ്റെ അടുത്തുള്ള നമ്പേഴ്സ് ആണല്ലോ എന്ന് പറഞ്ഞ് നമ്പേഴ്സ് കണക്റ്റ് ആവും. അപ്പോൾ സ്ക്വയേഴ്സ് 30 വരെയും ക്യൂബ് ഒരു 10 വരെയുള്ള സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കാം. അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? ശരാശരിയുടെ ക്വസ്റ്റ്യൻ, റൂട്ട് വരുന്ന ക്വസ്റ്റ്യൻ, പിന്നെ സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ എങ്ങനെ സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, പിന്നെ സംഖ്യകളെക്കുറിച്ച് മിക്കവാറും അഭാജ്യ സംഖ്യകളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ ഫ്രാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ വരുന്നത്, പിന്നെ ദശാംശ സംഖ്യകളുടെ ക്വസ്റ്റ്യൻ, ലസാഗുവിൻ്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ PYQ സീരീസിൽ ലസാഗുവിൻ്റെ ക്വസ്റ്റ്യൻ മിക്കവാറും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. റാങ്കിങ് എന്ന് പറഞ്ഞാൽ 89ാമത്തെ ക്വസ്റ്റ്യൻ പോലെ സ്ഥാനം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, കോഡിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിക്കാം. ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇതൊക്കെ പഠിച്ചും കംപ്ലീറ്റ് ചെയ്താൽ നമ്മളൊരു ക്വസ്റ്റ്യൻ PYQ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച് ഈ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള മാർക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്യാൻ കോൺഫിഡൻസ് കൂടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിക്കാം. ഓക്കെ. താങ്ക് യു.